ഹായ് ഗൈസ്. ആക്ച്വലി ഇതൊരു റിവ്യൂ വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇവനാണ്, റോബോട്ടിക് വാക്വം. അപ്പോൾ നമ്മൾ ഇവനെ വാങ്ങിയിട്ട് ഇപ്പോൾ ഒരു 1 ഇയറിന് അടുത്ത് ആയിട്ടുണ്ട് ഏകദേശം. കറക്റ്റായിട്ട് പറഞ്ഞാൽ 11 months ആയിട്ടുണ്ട്. അപ്പോൾ ഇവനെ വാങ്ങിയ ടൈമിൽ കുറച്ച് വീഡിയോസ് ഒക്കെ ഇട്ടപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ചാൾ ഇതിനെ യൂസ് ചെയ്തിട്ട് ഒരു റിവ്യൂ ചെയ്യാവോ എന്ന്. അപ്പോൾ നമ്മൾ ഇന്ന് അത് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ മേക്ക്, ഇവന്റെ സ്പെക്സ്, കൂടാതെ തന്നെ ഇവൻ എങ്ങനെയുണ്ട്, ഇവന്റെ പെർഫോമൻസ്, പിന്നെ നമ്മളിത് യൂസ് ചെയ്തിട്ട് ഹാപ്പി ആണോ, അതായത് ഇവന്റെ പെർഫോമൻസിൽ ഹാപ്പി ആണോ, കൂടാതെ തന്നെ ഇതിന്റെ മൊബൈൽ ആപ്ലിക്കേഷനും കാര്യങ്ങളും നമ്മളിതിൽ പറയുന്നുണ്ട്. പിന്നെ നമ്മളിത് എങ്ങനത്തെ ആൾക്കാർക്ക്, അതായത് നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആകുമോ എന്നുള്ള കാര്യങ്ങളും കൂടി നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ മാക്സിമം വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ ഇവനാണ് നമ്മുടെ കുഞ്ഞൻ റോബോ. എന്താ നോക്കുകയാണെങ്കിൽ കാണാം, ഐ ലൈഫ് എന്ന് പറഞ്ഞിട്ട് ബ്രാൻഡിന്റെ V20 എന്ന് പറഞ്ഞ മോഡലാണിത്. അപ്പോൾ ഇവന്റെ സക്ഷൻ പവർ വരുന്നത് 5000 PA ആണ്. പിന്നെ ആ സെൻസർ വരുന്നത് നമുക്ക് കാണാം, SOF എന്ന് പറയുന്ന സെൻസറാണ് കാണുന്നത്. ഇപ്പോൾ നോർമലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു നോർമൽ റോബോട്ടിൻ്റെ ഒക്കെ ആ മേളിലായിട്ടൊരു ചെറിയൊരു ബമ്പ് കാണാം. അപ്പോൾ ഇവനതില്ല. അതുകൊണ്ട് തന്നെ ഇവൻ ഭയങ്കര സ്ലീക്ക് ആയതുകൊണ്ട് തന്നെ ചെറിയ അതായത് ഹൈറ്റ് കുറവുള്ള ഒരു ഇതിൻ്റെ ഏരിയയിലൊക്കെ ഇവൻ ക്ലീൻ ചെയ്യണത് ഭയങ്കര കംഫർട്ടായിട്ടാണ്. പിന്നെ ആ ഫ്രണ്ട് പോർഷൻ നോക്കുകയാണെങ്കിൽ ഷോക്ക് അബ്സോർബ് ചെയ്യാനുള്ള ഒരു ചെറിയ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ റോബോ മൊത്തത്തിൽ വർക്ക് ചെയ്യുന്നത് സെൻസറിലാണ്. അപ്പോൾ ഇതിന് ആൻറ്റി ഫോൾ സെൻസറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ മേളിലോ ഒക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും താഴെ വീഴും അങ്ങനെയുള്ള പേടികളും കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ഇതിൻ്റെ ഡസ്റ്റ് ബിന്നും കാര്യങ്ങളും നോക്കുവാണെങ്കിൽ 300 ml ആണ് ഇതിൻ്റെ ഡസ്റ്റ് കളക്റ്റിംഗ് സ്റ്റോറേജ് വരുന്നത്. പിന്നെ 250 ml ആണ് ഇതിൻ്റെ വാട്ടർ ടാങ്കിൻ്റെ കപ്പാസിറ്റി വരുന്നത്. പിന്നെ ഇതിൻ്റെ ചാർജിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ചാർജ് കുറയണനുസരിച്ചോ അല്ലെങ്കിൽ വർക്ക് തീരണനുസരിച്ച് ഓട്ടോമാറ്റിക് ചാർജിങ് സ്റ്റേഷനിലോട്ട് പൊക്കോളും. അപ്പോൾ നമ്മൾ ഇവനെ ലൈവായിട്ടൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകണേ. ട്രേ ഒക്കെ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ. നമുക്ക് ഇവനൊന്ന് സ്വീപ്പ് ചെയ്യാൻ വേണ്ടി വിടാം. ഇപ്പോൾ ആ ടൈം നോക്കുകയാണെങ്കിൽ 12:43 ആയിട്ട് സമയം. അപ്പോൾ നമ്മളിവനെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതിപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്ന ഒരു റൂം മാത്രമാണ് നമ്മുടെ. പിന്നെ ഇത് ഇടയ്ക്ക് ക്ലീൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ അധികം പൊടി വരേണ്ട സാധ്യതയില്ല. അപ്പോൾ നമുക്ക് നോക്കാം എന്താകും എന്നുള്ളത്. ഇപ്പം നമ്മളാണെങ്കിലും നോർമലി ഇവിടെ ക്ലീൻ ചെയ്യുമെന്നല്ലാണ്ട് ഇതുപോലൊരു ടെസ്റ്റ് പോലെ അല്ലെങ്കിൽ എത്രത്തോളം പൊടി ഉണ്ടാവും അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ഇതുവരെ നോക്കിയിട്ടില്ല. അപ്പോൾ നമുക്കും ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് ഇത് എത്രത്തോളം ഉണ്ടാകും എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആള് ഇവിടുത്തെ ചെറിയ ഈ ഒരു പോർഷൻ്റെ പരിപാടിയായിട്ട് റൂമിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ഇതായിട്ട് നോക്കുവാണെങ്കിൽ ആള് കട്ടിലിന്റെ അടിയിൽ ക്ലീൻ ചെയ്തോണ്ടിരിക്കുവാണേ. ഇതിന്റെ സെൻസർ മെക്കാനിസം നോക്കിക്കോട്ടാ. ഇപ്പൊ ഇവിടെ ഒരു ഒബ്സ്റ്റക്കിൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ ഇതിന്റെ കാലിലൂടെ മുട്ടുവാണെങ്കിൽ ഇവനെന്താ ചെയ്യാന്ന് വെച്ചാൽ ഇപ്പൊ നേരെ ഇത് റൗണ്ട് അടിക്കും. ആ ഒരു സാധനത്തിന് റൗണ്ട് അടിച്ചിട്ട് മാക്സിമം അതിനോട് ചേർന്ന് തന്നെ റൗണ്ട് അടിച്ചത് ക്ലീൻ ചെയ്യും കേട്ടോ ഫുള്ളായിട്ട്. അതുകൊണ്ട് തന്നെ ആ കറക്റ്റ് ആ ഒരു എന്താണോ സാധനം അതിന് ചുറ്റി അങ്ങ് നടക്കും. അപ്പൊ അതിന്റെ ചുറ്റിനും ക്ലീൻ ആ ഇരിക്കണ ഒരു സ്ഥലം വെച്ച് ബാക്കി ഫുള്ള് അടിപൊളിയായിട്ട് ക്ലീൻ ആവേ. ക്ലീനിങ് കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ടൈം എത്രയും നോക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം എന്ന് പറഞ്ഞാൽ കണ്ടോ 12:43 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 1:21 ടൈം. ചാർജിങ് പോർട്ടൊക്കെ അന്വേഷിച്ച് കുറേ നേരം കാണാതായപ്പോൾ ഇവനിവിടെ വന്ന് സ്റ്റോപ്പ് ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് നോക്കാം ഇതിനകത്ത് എത്ര ഡസ്റ്റിനകത്ത് കളക്ട് ആയിട്ടുണ്ടെന്നുള്ളത് നമുക്കൊന്ന് കൊണ്ടുപോയി നോക്കാവേ. ഇവനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് നോക്കാം എന്താണ് അവസ്ഥയെന്ന്. ഇതായപ്പോൾ കാണുക. ഓഹോ അടിപൊളി. നോക്കുകയാണെങ്കിൽ ആ ബ്രഷിൽ ഇഷ്ടം പോലെ മുടി, ഒരുപാട് മുടിയുണ്ട്. പിന്നെ അവിടെ വാക്വം സക്ക് ആ പോർഷനിൽ ഇഷ്ടം പോലെ മുടിയൊക്കെ ഉണ്ട് കേട്ടോ. ഭയങ്കര മുടി. നമുക്കൊന്ന് ഡസ്റ്റ്ബിന്നൊന്ന് നമുക്കൊന്ന് റിമൂവ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. അയ്യോ എൻ്റെ അമ്മ, ഇത്രയും പൊടി ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിച്ചില്ല. നല്ല അയ്യോ എന്താ ഇപ്പൊ നമ്മൾ എല്ലാ ആഴ്ചയിലും ക്ലീൻ ചെയ്യണതാണ് മേളിലെ ഫ്ലോർ. എന്നാൽ പോലും ഇത്രയും പൊടി നമ്മൾ എന്തായാലും പ്രതീക്ഷിച്ചില്ല. അയ്യോ ഇത് ഭയങ്കര. നമ്മൾ ക്ലീൻ ചെയ്യുമെങ്കിലും എപ്പോഴും നമ്മളിത് തുറന്നൊന്നും നോക്കാറൊന്നുണ്ടായി ഇത്രയും പൊടി ഉണ്ടെന്നുള്ളതൊന്നും. പക്ഷെ ഇത് അയ്യോ സമ്മതിക്കണം, ഇത് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാ. അപ്പോൾ ഇതാണ് ഇതിന്റെ മോപ്പിംഗ് സെറ്റപ്പ് വന്നത്. അതിലിങ്ങനെ റിമൂവബിളാണ്. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് വാഷൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ നേരെ ഇതിന്റെ അടിയിൽ ഇവിടെ നിന്നാണ് വെള്ളം വരുന്ന ഒരു 2 പോർട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ജസ്റ്റ് അങ്ങ് വെച്ച് പ്രസ് ചെയ്ത് അങ്ങ് ഇറക്കി കൊടുത്താൽ മതി. ഇനി ഇത് നമ്മൾ ആ മെഷീനിലേക്ക് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ
ഫസ്റ്റ് ഒന്ന് ചെറുതായിട്ട് നനച്ചു കൊടുത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒന്ന് നന്നായിട്ട് പെർഫോമൻസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതായത് ഇതിലേക്ക് വെള്ളം ഇറങ്ങി ഇതൊന്ന് നനഞ്ഞു വരെ ഇത്തിരി ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം നനച്ചു കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ലിക്വിഡോ എന്തെങ്കിലും ഫിനോയിൽ എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ ചെയ്യേണ്ടത്, ഡെറ്റോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൽ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. വെള്ളം ഒഴിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം ഒരിക്കലും ഒരു ലിക്വിഡോ ഒരു സാധനം ഒന്നും ഒഴിക്കരുത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊന്ന് മോപ്പ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഈ മോപ്പിന്റെ സെറ്റപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്തൊന്ന് ഫിക്സ് ചെയ്യുവാണേ. മോപ്പിംഗ് മോഡിലേക്ക് ആയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ, ഇവനിങ്ങനെ മോപ്പ് ചെയ്യുന്നതും സ്വീപ്പ് ചെയ്യുന്നതൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. നമ്മളിങ്ങനെ നോക്കി നിന്ന് പോകും. ഞാൻ എപ്പോഴും ഇവൻ ക്ലീൻ ചെയ്യുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കാറുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ മോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സർഫസ് എന്ന് പറഞ്ഞ ഇതാണ് കേട്ടോ. പിന്നെ നമ്മൾ മൊബൈൽ ആപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഐ ലൈഫ് ക്ലീൻ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതിലിപ്പോൾ നമുക്ക് ചാർജും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ നമ്മുടെ മാപ്പ് കാണാം. നമുക്ക് മൾട്ടിപ്പിൾ മാപ്പ് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ മാപ്പിൽ തന്നെയാണെങ്കിൽ നമുക്ക് പല ടൈപ്പ് ക്ലീനിങ് മെത്തേഡ് യൂസ് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്ലാന്റ് ക്ലീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളായിട്ട് നമ്മൾ ക്ലീൻ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ മാപ്പ് ഫുൾ ക്ലീൻ ചെയ്യും. അത് മാത്രമല്ല, ഇനി വേണമെങ്കിൽ നമുക്ക് ഒരു പർട്ടിക്കുലർ റൂം മാത്രമായിട്ട് വേണമെങ്കിൽ അങ്ങനെ ക്ലീൻ ചെയ്യാം. ഇനി അതുമല്ല, ഒരു ചെറിയൊരു ഏരിയ കുറച്ചൊരു പോർഷൻ മാത്രം ക്ലീൻ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. പിന്നെ അതുകൂടാതെ തന്നെ നമുക്ക് ഇതിൻ്റെ മോഡ് സെറ്റ് ചെയ്യാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് സ്വീപ്പ് മാത്രം മതിയെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ മോപ്പ് മാത്രം മതിയെങ്കിൽ അങ്ങനെ, അല്ല രണ്ടും കൂടി വേണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ പവർ, സക്ഷൻ പവർ നമുക്ക് കൺട്രോൾ ചെയ്യാം. ക്ലോസ്ഡ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് മോഡ്, എക്കോ മോഡ്, അങ്ങനെ മാക്സിമം, അങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസും കാര്യങ്ങളുണ്ട്. പിന്നെ വാട്ടർ ലെവലും സെയിം ഇതുപോലെ തന്നെ ക്ലോസ്ഡ്, ലോ, മാക്സിമം, അങ്ങനെ കുറച്ച് ഓപ്ഷൻസുകളും കാര്യങ്ങളും നമുക്കുണ്ട്. പിന്നെ അതുകൂടാതെ നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഇന്ന ടൈമിൽ നമ്മൾ ഷെഡ്യൂൾ ചെയ്യുകയാണെങ്കിൽ ആ ടൈമിൽ ഇവൻ കറക്റ്റായിട്ട് അത് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുന്നതാണ്. പിന്നെ അതുപോലെ നമുക്ക് പുറത്തുനിന്ന്, നമ്മുടെ വീടിൻ്റെ പുറത്തുനിന്ന് ഇച്ചിരി ദൂരെ എവിടെയെങ്കിലും മാറി നിന്നാണെങ്കിൽ പോലും നമുക്കിത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും എല്ലാത്തിനുള്ള ഓപ്ഷനും കാര്യങ്ങളും മൊബൈൽ ആപ്പ് ത്രൂ നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ മാപ്പ് എഡിറ്റിലൊക്കെ പോകുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നോ ഗോ സോണൊക്കെ ഉണ്ട്. റെസ്ട്രിക്റ്റഡ് ഏരിയ, അതായത് റെസ്ട്രിക്റ്റഡ് നമ്മൾ ആ ഒരു ഏരിയ സെലക്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ റോബോ അങ്ങോട്ടേക്ക് പോവില്ല. പിന്നെ നമുക്ക് വെർച്വൽ വാൾസ് ക്രിയേറ്റ് ചെയ്യാം, മെർജ് ചെയ്യാം, നെയിം കൊടുക്കാം, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് മാപ്പ് എഡിറ്റിൽ. അപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ ഇത് നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേസിൽ ഒരു കുട്ടിയുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾ വാങ്ങുന്നത് കുട്ടി നീന്തി തുടങ്ങുന്ന, അതായത് ആ ഒരു ടൈമിലാണ്. അപ്പോൾ ഒരുപാട് പൊടി ഇവിടെ ഉണ്ടാവും. എപ്പോഴും ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ, ഞാനും വൈഫും വർക്കിംഗ് ആയതുകൊണ്ട് തന്നെ എപ്പോഴും ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞത് എപ്പോഴും നടക്കുന്ന ഒരു കാര്യമായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവൻ ആ ഒരു ഉദ്ദേശത്തിൽ നമ്മൾ മേടിച്ചൊരു പ്രൊഡക്റ്റ് ആണ്. ഇത് അത്യാവശ്യം ഇതിന്റെ വർക്കുകളെല്ലാം, അതായത് പൊടി വലിച്ചെടുക്കുക എന്നുള്ള പരിപാടിയിൽ ഇവൻ അടിപൊളിയാണ്. പിന്നെ ഇപ്പൊ പറഞ്ഞ പോലെ കട്ടിലിന്റെ അടിയിലാണെങ്കിലും സോഫയുടെ അടിയിലും അങ്ങനെയുള്ള നമ്മൾ എപ്പോഴും നമ്മളുടെ കൈകൾ എത്താത്തൊരു സ്ഥലത്തേക്ക് ഇവൻ ചെന്ന് ആ പൊടി അങ്ങ് വലിച്ചെടുത്തോളും. അപ്പോൾ പൊടി ഡെസ്ക് മാനേജ്മെന്റ് എന്ന് പറയുന്ന പരിപാടി ഇവൻ അടിപൊളിയായിട്ട് ചെയ്യുന്നു, ഒരു വാക്വം എന്നുള്ള സെറ്റപ്പിൽ. പക്ഷേ തുടക്കുമ്പോൾ, അതായത് മോപ്പ് ചെയ്യുക എന്ന് പറയുന്നതിൽ അത്ര പോരാ ഇൻ ദ സെൻസ് ഈ ഒരു പ്രൊഡക്റ്റ്, അതായത് കൂടിയ ഐറ്റംസ് ഒക്കെ ഉണ്ട്, ഭയങ്കര റേറ്റ് കൂടിയ സാധനങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ അത് ഓക്കെ ആയിരിക്കാം. പക്ഷെ ഇതെന്ന് പറയുന്നത് ഇതിന്റെ മോപ്പ് സെറ്റപ്പ് വെച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പൊടി അടിച്ചു കളഞ്ഞിട്ട് ജസ്റ്റ് ഒരു തുണി കൊണ്ട് വെള്ളം മുക്കിയിട്ട് നമ്മൾ സോഫ്റ്റ് ആയിട്ടൊന്ന് തുടക്കുവാണെങ്കിൽ എങ്ങനെ പോരും അതുപോലെ പോരുള്ളൂ. അപ്പോൾ ഒരുപാട് കട്ടി പിടിച്ച് കിടക്കുന്ന അഴുക്കോ അല്ലെങ്കിൽ കുറെ നാളത്തെ ഇങ്ങനെ കിടക്കുന്ന അഴുക്കോ അല്ലെങ്കിൽ അതൊന്നും ഇതിൽ പോവില്ല തുടക്കുന്നതിലൂടെ. അപ്പോൾ ഇത് നിങ്ങളുടെ യൂസേജ് എന്താണെന്ന് നോക്കുക, അതിനനുസരിച്ചുള്ള രീതിയിൽ പ്ലാൻ ചെയ്യുക. അപ്പോൾ ഇതാണ്. പിന്നെ കൂടുതലും മുടി കൊഴിയുന്നവരോ അല്ലെങ്കിൽ പെറ്റ്സ്, പട്ടി, പൂച്ച, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഇത് ഭയങ്കര ഉപകാരപ്പെടും. കാരണം വെച്ചാൽ ഇതിൽ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. നമുക്കിത് ടൈം വെച്ച് ഷെഡ്യൂൾ ചെയ്ത് സെറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള പരിപാടികളുണ്ട്. അപ്പോൾ അത് വളരെ ഉപകാരമുള്ള കാര്യമാണ്. പിന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ ഇത് എവിടെ നിന്ന് വേണമെങ്കിലും ഓപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ പുറത്താണെങ്കിലും ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. പിന്നെ ഇതിന് വരുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്, അതായത് ഒബ്സ്റ്റക്കിൾസ്, നമ്മൾ എപ്പോഴും ഫ്ലോർ ക്ലീൻ ആയിരിക്കണം. ക്ലീൻ ഇൻ ദ സെൻസ് ഒരുപാട് പേപ്പറോ അങ്ങനെ ടോയ്സോ കാര്യങ്ങളോ ഒന്നും തറയിൽ ഉണ്ടാവരുത് ക്ലീൻ ചെയ്യാൻ ടൈമിൽ. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ പേപ്പർ അങ്ങനത്തെ ചെറിയൊരു സാധനങ്ങൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് ഇതിൽ സ്റ്റക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് നമ്മളെപ്പോഴും മാറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഏറ്റവും അവസാനം ഒരു കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ, ഇവൻ ഫുള്ളി എപ്പോഴും ക്ലീൻ ആയി കിടക്കുന്ന ഒരു വീട്ടിൽ ആ ക്ലീൻനെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം. അല്ലാതെ റഫായിട്ടുള്ളൊരു സ്ഥലത്ത് ഇത് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആവും തോന്നുന്നില്ല. പിന്നെ ഡസ്റ്റ് മാനേജ്മെന്റിന്റെ കാര്യത്തിൽ മാത്രം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ അടിപൊളിയായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ റിക്വയർമെന്റ് എന്താണെന്ന് നോക്കുക,
അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ കൊടുക്കാം. അതിൻ്റെ പ്രൈസിങ്ങും ഇപ്പോൾ ഓഫറും പരിപാടിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ റൈറ്റ് ടൈം നോക്കിയിട്ട് നിങ്ങൾ വാങ്ങുക ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ. പിന്നെ ഈ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ പറയാം. നമ്മുടെ യൂസേജിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും കമൻറ്റിൽ. അപ്പോൾ ഇതൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ജസ്റ്റ് ഒന്ന് പരിഗണിച്ചേക്കുക. ഓക്കെ, ബൈ.